ഇപ്പോ അനുപമയോടൊപ്പം ചേർന്ന് എനിക്ക് പണി തരാൻ നോക്കിയവൾക്ക് തിരിച്ചൊരു പണി കൊടുക്കാമെന്ന് ഞാനും വിചാരിച്ചു. അതൊരു കണക്കിന് നന്നായി. തൽക്കാലം പോലീസിന്റെ ഇന്ദ്രന്റെ സുകുമാരുടെ മുമ്പില് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ലോ. നിങ്ങൾ നാണല്ലേ? നിങ്ങളൊരു അമ്മയാണോ? ഒരു സ്ത്രീയാണോ നിങ്ങൾ? സ്വന്തം മകനെ വ്യഭിചാര കുറ്റത്തിന് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചെന്ന് എന്ത് അഭിമാനത്തോടെ നിങ്ങൾ പറയുന്നേ? ശ്യാമേട്ടാ, ഇവര് നാളെ നിന്നോടും നിന്റെ കുഞ്ഞിനോടും ഇതുപോലെ ചതി കാണിച്ചെന്നിരിക്കും. ചിലപ്പോ എന്നെ വല്ല വിഷവും തന്ന് കൊന്നുകളയും. എന്നിട്ട് നിന്നെ നമ്മുടെ മോളെ അനാഥരാക്കി കളയും. ഒന്ന് ചലിക്കാതിരിക്കടാ. നീ ചത്താലൊന്നും എന്റെ മോളും അവളുടെ കുഞ്ഞും അനാഥായി പോവില്ലടാ. അവർക്ക് ഞാനുണ്ടാവും. നിനക്ക് മരണഭയം ഉണ്ടെങ്കിലേ നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങി പോടാ. പോകും, ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. പക്ഷെ ഒറ്റയ്ക്കായിരിക്കില്ല. ഈ നരകത്തിന് എന്റെ ഭാര്യയും മകളെയും ഞാൻ കൊണ്ടുപോകും. നിനക്ക് പറ്റുമെങ്കിൽ ചെയ്ത് കാണിക്കടാ. എങ്കിൽ നീ ഒരാണാണെന്ന് ഞാൻ പറയും. അമ്മേ, കൊരയ്ക്കുന്ന പട്ടി കടിക്കില്ലടാ. എന്റെ പടിക്കൽ കെട്ടിയ പട്ടി എന്നെ നോക്കി കൊരയ്ക്കുന്നോടാ. സോനെ വായിങ്ങട്. നീ പോയി മോനെടുക്ക്. ഇപ്പൊ ഇവിടെ നിറങ്ങണം. നിന്നോട് പോരാനല്ലേ പറഞ്ഞത്? വായിങ്ങോട്ട്. അതെ, പോകുമ്പോഴേ സച്ചി സാറിന് കൊടുക്കാനുള്ള 15 ലക്ഷം രൂപ ഇവിടെ വെച്ചേച്ച് പോണം. പറഞ്ഞേക്കാം. ശ്യാമേട്ട, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങൾ ഈ ആവേശം കളഞ്ഞ് ഇവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്ക്. ഇവിടെ ഇരിക്ക്. ഇതിലപ്പുറം ഞാൻ ഇനി എന്താ ആലോചിക്കാനോ സോനെ? കടിക്കാനും കുറക്കാനും പറ്റാത്ത പട്ടിയെ പോലെ ഞാൻ ഇനി ഇവിടെ നിൽക്കണോ? എന്റെ ശ്യാമേട്ട, ആ പറഞ്ഞ ഉപമയൊക്കെ അമ്മയ്ക്കും ചേരും. അമ്മയ്ക്ക് ഈ വായിട്ടലക്കലൊക്കെ ഉള്ളൂ. വേറൊന്നും അമ്മ ചെയ്യാൻ പോകുന്നില്ല. അമ്മ പറയുന്നതൊക്കെ ഒരു ചെവി കൂടി കേട്ട് മറു ചെവി കൂടി വിട്ടുകളാ. അല്ലാതെ അതിനൊക്കെ ഇറങ്ങി പോവാൻ തുടങ്ങിയാലോ കുഴപ്പം. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. പോവും പറഞ്ഞാൽ നമ്മൾ പോവും. അപ്പൊ അമ്മ അവസാനം വിളിച്ചു പറഞ്ഞ ശ്യാമേട്ടൻ കേട്ടില്ലേ? ഇവിടെ നിന്ന് ശ്യാമേട്ടനെ വിടണമെങ്കിൽ സച്ചിസാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങി 15 ലക്ഷം രൂപ തിരിച്ചു വെക്കണോന്ന്. അതുണ്ടോ കയ്യില്? ഉണ്ടോന്ന്? അപ്പോ എന്നെ ഇവിടെ കയറില്ലാതെ കെട്ടിയിടാനാ നിന്റെ അമ്മയുടെ പ്ലാൻ അല്ലേ? ശ്യാമേട്ടനോട് ഇവിടുന്ന് പോവാൻ അമ്മ പറഞ്ഞില്ലല്ലോ. എന്നെ മോളെയും കൂട്ടി ഇവിടുന്ന് പോകുന്ന ശ്യാമേട്ടൻ പറഞ്ഞോണ്ടല്ലേ അമ്മയ്ക്ക് കലി വന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി അമ്മയെ ചൊടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ട് ശ്യാമേട്ട? ആദ്യം സ്വന്തം നിലനിൽപ്പ് നോക്ക്. എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റൂ. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല സോനെ. ഈ നെറുകടയൊക്കെ കണ്ട് ഒന്നും മിണ്ടാതെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്യാമേട്ടനോട് എന്നോട് അമ്മ എന്തെങ്കിലും നെറുകേട് കാണിച്ചോ? ഇല്ലല്ലോ. പ്രതിഭയുടെ ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇന്ദ്രേട്ടനെ കേസിൽ കുടുക്കിയതൊക്കെ അമ്മയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് സത്യേട്ടൻ ഒരു പരിധി വിട്ട് അമ്മയോട് പ്രതികരിക്കുന്നത് ശ്യാമേട്ടൻ കണ്ടോ? ഇനി ഇന്ദ്രേട്ടൻ വന്നാൽ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് ശ്യാമേട്ടൻ കണ്ടു. ഇതുവരെ ഉള്ളതൊക്കെ മറന്ന് ഇന്ദ്രേട്ടനും അമ്മയോടൊപ്പം ഒത്തുപോകാനേ നോക്കൂ. എത്രയായി? 70. വെച്ചോ.
എന്താ ഇന്ദ്ര, നിനക്ക് എന്നോടുള്ള കലിപ്പൊക്കെ തീർന്നോ? അതോ ഇനി യുദ്ധം തറവാട്ടിൽ വെച്ച് ആവാന്നും പറഞ്ഞ് നിന്റെ അനിയനും അളിയനും കൂടി നിർബന്ധിച്ചു വരുത്തിയതാണോ നിന്നെ? അല്ല, അമ്മയുള്ള വീട്ടിലേക്ക് ഇനി തിരിച്ചു വരില്ലെന്നും പറഞ്ഞിട്ടായിരുന്നല്ലോ നീ ഇവിടുന്ന് പോയത്. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ, ഞാൻ അങ്ങ് തിരിച്ചു പോയിക്കോളാം. അയ്യോ, നിനക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ ഇവിടുന്ന് ഒഴിഞ്ഞു തരാം. എന്നാലും നീ ഇനി ഇവിടുന്ന് പോണെന്ന് ഞാൻ പറയില്ല ഇന്ദ്ര. കാരണം ഈ വീട് നിലനിൽക്കണമെങ്കിൽ നീ ഇവിടെ വേണം. നിന്റെ അളിയനെയും അനിയനെയും ഒന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല. അവനുണ്ടല്ലോ ആ ശ്യാം, അവൻ ഇവിടുന്ന് മുങ്ങാനുള്ള പരിപാടിയാ. പണ്ടേ അതാണല്ലോ അവന്റെ രീതി. ഇപ്പൊ മുങ്ങിയ അവന് വേണ്ടി സച്ചി സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 15 ലക്ഷത്തിന് നീയും ഞാനും സമാധാനം പറയേണ്ടി വരും. ആ, അത് മാത്രമല്ല, നിന്റെ അനിയത്തിയുടെയും കുഞ്ഞിന്റെ ഉത്തരവാദിത്വം കൂടി നിന്റെ തലയിലാവും. അമ്മ ഒന്നും മിണ്ടാതിരിക്കോ? ശ്യാമേട്ടൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ എല്ലാ ബാധ്യതയും തീർത്തിട്ടേ പോവും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ കുഞ്ഞിന്റെ ഉത്തരവാദിത്വമൊന്നും ഇവിടെ ആരും ഏറ്റെടുക്കേണ്ടി വരില്ല. എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തി സ്വന്തം നില ജീവിക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ടെന്ന് ഒരിക്കൽ ഞാൻ തെളിയിച്ചതാണെന്ന് അമ്മയ്ക്കറിയാലോ. നീ മെന്റൽ ഹോസ്പിറ്റലിൽ കുറച്ചുനാൾ ജോലി ചെയ്ത കാര്യമല്ലേ പറയുന്നത്? എടി, അന്നും നീ തനിച്ചായിരുന്നില്ല. നിന്റെ കൂടെയേ ഈ ഞാനും ഉണ്ടായിരുന്നു. ശ്യാമ മോളെ ഞാൻ നോക്കിയില്ലായിരുന്നെങ്കിൽ നീ എങ്ങനെ ജോലിക്ക് പോവായിരുന്നടി? ഏട്ടാ, ഏട്ടൻ പോയി റെസ്റ്റ് എടുക്ക്. ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം. ബാ. ആ, ചെല്ല്. ഇന്ന് നീ നന്നായിട്ട് വിശ്രമിക്കേ. പക്ഷേ നാളെ ചില കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം ഇന്ദ്ര. ഉണ്ടാക്കണം. എല്ലാ കാര്യങ്ങൾക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അമ്മ ദയവ് ചെയ്ത് ശ്യാമേട്ടനോടൊന്നും പറയാൻ നിൽക്കല്ലേ. ഞാൻ ഒരുവിധം പിടിച്ചു വെച്ചിരിക്കുക. എന്നെ വിമർശിക്കാൻ വരരുന്നു കൂടി നീ അവനോടൊന്ന് പറഞ്ഞേക്കേ. ദേ, മര്യാദയ്ക്ക് നിന്നാ നിനക്കും അവനും ഇവിടെ പഴിച്ചു പോവാ. ഇല്ലെങ്കി നിന്റെ അമ്മയെ നിനക്ക് നന്നായിട്ട് അറിയാലോ.